ഹായ് വെൽക്കം ടു കോഡി റെക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. ഗൂഗിൾ ആഡ്സ് എന്താണ്? ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഓഡിയൻസിനെ നമ്മുടെ ആഡ്സ് കാണിക്കുന്നതിനാണ് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ക്യാമ്പയിൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഫേസ്ബുക്കിൻ്റെ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നത് പഠിച്ചു. അവിടെ ഒരു ക്ലാസ്സിൽ ഫേസ്ബുക്കിൻ്റെ ആഡ് എങ്ങനെ റൺ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ ഫേസ്ബുക്കിൻ്റെ ആഡ് റൺ ചെയ്യുന്നത് പോലെ തന്നെ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമിൽ അതായത് ഗൂഗിളിൻ്റെ സെർച്ച് പേജ് നമ്മൾ എന്താ പറയുന്നത്, സെർച്ച് പേജ് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ റിസൾട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് സെർപ്പ് പേജ്. ഈ സെർപ്പ് പേജിൽ നമുക്ക് ആഡ് കാണിക്കാൻ പറ്റും, അതുപോലെ യൂട്യൂബിൽ കാണിക്കാൻ പറ്റും. അങ്ങനെ ഗൂഗിളിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് ആഡ്സ് റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് നമ്മൾ റൺ ചെയ്യുമ്പോൾ സെർച്ച് പേജിൽ കാണിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നാല് സ്ലോട്ട് ഗൂഗിൾ ആഡ്സിനും ഏറ്റവും ബോട്ടം താഴെ ഒരു 3 സ്ലോട്ടും ഗൂഗിൾ ആഡ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ സ്പോൺസേഡ് എന്ന ലിങ്ക് കാണിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ നമുക്ക് ഈ ആഡ് കാണിക്കാം. അതിനാണ് നമ്മൾ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. അതിന് പല ടൈപ്പ് ക്യാമ്പയിൻസ് ഉണ്ട്. വീഡിയോ ആയിട്ട് കാണിക്കാം, ബാനറായിട്ട് കാണിക്കാം, അങ്ങനെ പല രീതിയിൽ കാണിക്കാൻ പറ്റും. അതിനെല്ലാം ചേർത്ത് നമ്മൾ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. അതെല്ലാം മാനേജ് ചെയ്തിട്ട് ഗൂഗിൾ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നമുക്ക് ആർക്കും ഫ്രീ ആയിട്ട് ലോഞ്ച് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഗൂഗിളിൻ്റെ തന്നെ ഫ്രീ ടൂളാണ്. അപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ ആഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഗൂഗിൾ ആഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈൻ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായല്ലോ. ഓൺലൈൻ മാർക്കറ്റിംഗ് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതൊരു യൂസറിനും നമുക്ക് ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് റൺ ചെയ്തുകൊണ്ട് ഇന്റർനെറ്റിൽ, അതായത് നമുക്ക് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ വഴി, ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഈ റിസൾട്ട് കാണിക്കാൻ പറ്റും. സെർച്ച് എഞ്ചിനിൽ ഏറ്റവും കൂടുതൽ 90% ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഗൂഗിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ ആഡ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ നമുക്ക് കുറച്ച് അത്ര ആക്യുറേറ്റ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ സെർച്ച് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ ആ ഒരു ആഡ് കാണിക്കുന്നത്. പക്ഷേ ഗൂഗിൾ ആഡ്സ് നമ്മൾ കൊടുക്കുമ്പോൾ, എക്സാമ്പിൾ നമ്മൾ ഗൂഗിളിൽ ഒരു സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡെന്റിസ്റ്റ് ഇൻ ദുബായ് എന്ന് സെർച്ച് ചെയ്ത് ഈ കീവേഡിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഈ സ്പോൺസേഡ് എന്ന് കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഡെന്റിസ്റ്റ് ഇൻ ദുബായ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് കാണിക്കും സ്പോൺസേഡ് എന്ന് ആദ്യം 4 ലിങ്ക് വന്നിരിക്കുന്നുണ്ടോ, ഇത് ഗൂഗിൾ ആഡാണ്. അതിനുശേഷമാണ് ഓർഗാനിക് റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഈ ഓർഗാനിക് റിസൾട്ട് അതിനായിട്ട് SEO ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ ഗൂഗിൾ ആഡ്സ് കൊടുത്താൽ മതി. അങ്ങനെയല്ല, ഇതൊരു ഷോർട്ട് കട്ട് അല്ല. പക്ഷേ നമ്മുടെ ബിസിനസ് കൂട്ടാനായിട്ട് നമുക്ക് ഇത് നമ്മൾ ഉപകരിക്കും. എന്ന് വെച്ചാൽ ഗൂഗിൾ ആഡ്സ് കൊടുക്കുന്ന ഉപകരിക്കും. നമ്മൾ SEOയും ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ഗൂഗിൾ ആഡ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ആമസോൺ പോലുള്ള കമ്പനികൾ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഈ ഗൂഗിൾ ആഡ്സ് വേണ്ടി യൂസ് ചെയ്യുന്നത്. അവർ SEOയും ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആമസോൺ ഇന്ത്യ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ആമസോൺ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസേഡ് എന്ന് പറഞ്ഞ ലിങ്കിൽ ആമസോൺ കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴെ ഓർഗാനിക് റിസൾട്ടിലും ആമസോൺ കാണിക്കുന്നത് കാണാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഓർഗാനിക് റിസൾട്ടിനെ പോലെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ആഡിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ പോലെ വരുന്നതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. മനസ്സിലാക്കും. ഒരു ഗൂഗിൾ അക്കൗണ്ടുള്ള ആർക്കും നമ്മൾ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ നമുക്കൊരു Gmail ID ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഗൂഗിൾ ആഡ്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ചെയ്യാം. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഈ ഗൂഗിൾ ആഡ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സെർച്ച് പേജിൽ കാണിക്കുന്ന ആദ്യത്തെ 4 സ്ലോട്ട് ഗൂഗിൾ ആഡ്സ് ആണ്. അതിനുശേഷം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഡെന്റിസ്റ്റ് ഇൻ ദുബായ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ യൂസർ നമുക്ക് ഈ ടോപ്പിൽ വരുന്ന റിസൾട്ട് ക്ലിക്ക് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്, ഇവർക്ക് ഒരു ഇത് കിട്ടാനായിട്ട്, അതായത് ഒരു അപ്പോയിൻമെന്റ് കിട്ടി, അവർക്ക് ഒരു ബിസിനസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഗൂഗിൾ ആഡ്സ് മാനേജർ വഴി നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്ര രൂപ ഇതിനകത്ത് സ്പെൻഡ് ചെയ്ത് നമുക്ക് എത്ര ബിസിനസ് കിട്ടി, അതിനകത്ത് എത്ര ഇംപ്രഷൻ കിട്ടി, എത്ര ക്ലിക്ക് കിട്ടി എന്നെല്ലാം കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എഫക്റ്റീവായിട്ട് മറ്റുള്ള മീഡിയ ഉപയോഗിച്ച് നമ്മൾ ആഡ് കൊടുക്കുന്നതിനെക്കാട്ടി വളരെ എഫക്റ്റീവായിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ ആഡ്സ് വഴി നമുക്ക് ഇങ്ങനെ ആഡ് കൊടുത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഗൂഗിൾ ആഡ്സ് മാനേജർ വഴി അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. അതെല്ലാം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ കറക്റ്റായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഗൂഗിൾ ആഡ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്നാണ്. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ക്യാമ്പയിൻ പഠിച്ചില്ല, അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്ന ക്യാമ്പയിൻസ് എന്നാണ് പറയുന്നത്. അത് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഗൂഗിൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസ് ഒന്നെന്ന് കഴിഞ്ഞാൽ സെർച്ച് ക്യാമ്പയിൻ ആണ് ഒന്ന്, അടുത്തതൊന്ന് ഡിസ്പ്ലേ ക്യാമ്പയിൻ ആണ്, അടുത്ത വീഡിയോ ക്യാമ്പയിൻ, അത് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ക്യാമ്പയിൻ. ഈ 4 കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് നന്നായിട്ട് നോക്കണം. കാര്യം ഇത് നമുക്ക് ചെയ്തുകൊണ്ട് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാം. ഇത് കൂടാതെ വേറെ ഉണ്ട്, നമുക്കത് പഠിക്കാം. അപ്പോൾ ഇത് 4 മെയിനായിട്ട് നമ്മളിത് ഫോക്കസ് ചെയ്യുക. സെർച്ച് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഇപ്പോൾ ഡെന്റിസ്റ്റ്, ഈ എക്സാമ്പിൾ തന്നെ എടുത്താൽ ഡെന്റിസ്റ്റ് ഇൻ ദുബായ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ടെസ്റ്റ് ആയിട്ട് തന്നെ ഈ റിസൾട്ട് ഇവിടെ കാണിക്കുന്നത് കണ്ടോ. ഇതിനെയാണ് സെർച്ച് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സെർച്ച് ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡ് കൊടുക്കുന്നു, അപ്പോൾ അത് ടെസ്റ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കാണിക്കുന്നു. നമ്മുടെ നോർമൽ റിസൾട്ടിന് മുകളിൽ, ഓർഗാനിക് റിസൾട്ടിന് മുകളിലായിട്ട് സ്പോൺസേഡ് എന്ന് പറഞ്ഞ ലിങ്കിൽ അത് കാണിക്കുന്നതിനാണ് നമ്മുടെ സെർച്ച് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഡിസ്പ്ലേ ക്യാമ്പയിൻ ആണ്. ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്താണ്? രണ്ടാമത്തെ ക്യാമ്പയിൻ നമ്മൾ ഡിസ്പ്ലേ ക്യാമ്പയിൻ. ഈ ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബാനർ വരും, ഒരു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലൊക്കെ ഒരു ബാനർ വരും. ഈ ബാനറിൻ്റെ അകത്ത് പല ആഡ് കാണിക്കും. ഇതിനെയാണ് ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ മൊബൈൽ എടുക്കണം, നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ ഒരു ഇത് വരും, ഒരു ആഡ് വരത്തില്ലേ, ഒരു ചെറിയ ബാനർ വരും, അല്ലെങ്കിൽ നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു ബാനർ വന്ന് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലേ സ്റ്റോർ ഓപ്പൺ ആയ ഒരു ആപ്പ് വരും. അങ്ങനെയൊക്കെ കാണിക്കുന്നതിനാണ് ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്ന് പറയുന്നത്, ഒരു ബാനറായിട്ട് വരുന്നതിന്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കയറി ഇതാണ് ഈ മുകളിൽ കാണിക്കുന്നത്, ഇതാണ് പിന്നെ ഡിസ്പ്ലേ ആഡാണ്, ഗൂഗിളിൻ്റെ ഡിസ്പ്ലേ ആഡാണ്. ഇത് എങ്ങനെ ഗൂഗിളിൻ്റെ ഡിസ്പ്ലേ ആഡാണെന്ന് അറിയാൻ തന്നെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും കണ്ടോ. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഗൂഗിളിൻ്റെ ആഡാണെന്നുള്ളത്. കാര്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഇവിടെ കാണിക്കും ആഡ്സ് ബൈ ഗൂഗിൾ എന്ന് കണ്ടോ. സെൻഡ് എ ഫീഡ്ബാക്ക് ബൈ ദിസ് ആഡ്, ഇതിവിടെ കാണിക്കും.
അതുപോലെ തന്നെ സൈഡിൽ കാണിക്കുന്നുണ്ടോ. ഇതിനെല്ലാം ഈ ഗൂഗിൾ ആഡ്സിൻ്റെ എല്ലാം സൈഡിൽ തന്നെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ, ഇവിടെ ഒരു ബട്ടൺ കാണും, ഐ ബട്ടൺ, ഒരു ക്ലോസ് ബട്ടൺ കൂടെ കാണും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതാണ് ഗൂഗിളിൻ്റെ ആഡാണെന്നുള്ളത്. ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ക്യാമ്പയിൻസ് കാണിക്കുന്നുണ്ട്, ഗൂഗിളിൻ്റെ ആഡ് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഈ സൈറ്റിന് ഒരു എന്താ പറയുക, ഒരു ഇൻകം ജനറേഷൻ ആണ്. കാര്യം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് പോസ്റ്റിംഗ് കാണിച്ചു, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു ഡൊമൈൻ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. എന്ന് വെച്ചാൽ അവർക്ക് അത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പർട്ടിക്കുലർ അവരുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈറ്റിന് ഈ ഗൂഗിൾ ആഡ്സ് വഴി ഇവർക്ക് പൈസ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ സൈറ്റ് ചെയ്തത്. ഇപ്പോൾ മിക്കവാറും എല്ലാ ഫേമസ് സൈറ്റുകളും ഇങ്ങനെ ഗൂഗിൾ ആഡ്സ് അവരുടെ സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സൈറ്റുകളിൽ നമ്മുടെ ഈ ബാനറിനകത്ത് നമ്മുടെ പരസ്യം പറ്റും. അങ്ങനെ വരുമ്പോഴത്തെ ഒരുപാട് ആളിലേക്ക് ഇത് എത്തുകയും അവരെല്ലാം നമ്മുടെ പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആഡ് നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കാണിക്കുമ്പോൾ പല വെബ്സൈറ്റുകൾ, ഫേമസ് വെബ്സൈറ്റുകളെല്ലാം ഈ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഇത് കാണിക്കുകയും അങ്ങനെയുള്ള തേർഡ് പാർട്ടി സൈറ്റുകളെല്ലാം ഇത് വരിക, അവർ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരുപാട് ബിസിനസ് ജനറേറ്റ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഹുണ്ടായുടെ പരസ്യമാണ്, അങ്ങനെ ഒരുപാട് താഴെയുണ്ട് വേർഡ് പ്രസിൻ്റെ പരസ്യമുണ്ട്, ബ്ലൂ ഹോസ്റ്റിൻ്റെ പരസ്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ ഇപ്പം റീസെൻറ്റ് സെർച്ച് ചെയ്തതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഈ വണ്ടികളുടെയും ഈ ഹോസ്റ്റിങ്ങിൻ്റെ ഒക്കെ കാണിക്കുന്നത്, ആഡ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഗൂഗിളിൽ എന്താണ് ലാസ്റ്റ് സെർച്ച് ചെയ്തത് അതിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ടായിരിക്കും അവർ ഇതെടുത്ത് കാണിക്കുന്നത്. ഓരോരുത്തരും ചിലപ്പോൾ ഓരോ പരസ്യമായിരിക്കും കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി വെച്ചിട്ടായിരിക്കും ഈ പരസ്യങ്ങൾ കാണിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഡിസ്പ്ലേ ആഡ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ആഡ് നമ്മൾ ഡിസ്പ്ലേ ആഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആഡ് എന്ന് പറയുന്നത് ഷോപ്പിംഗ് ക്യാമ്പയിൻസ് ആണ്. ഷോപ്പിംഗ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പം വരുന്നുണ്ട് ഒരു ലാപ്ടോപ്പ് i5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ സാധനങ്ങൾ കാണിക്കുന്നതാണ്. ഇങ്ങനെ കാണിക്കുന്ന ആഡിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഈ സ്പോൺസേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പിക്ചർ, അതിൻ്റെ കൂടെ അതിൻ്റെ ഇൻഫർമേഷൻ, അതിൻ്റെ വില, പിന്നെ എന്താ ഏത് സൈറ്റ് ആണെന്നുള്ളത് അതും കൂടെ കാണിക്കും. കണ്ടോ ഇങ്ങനെ കാണിക്കുന്ന ഇതിന് പറയുന്നതാണ് ഷോപ്പിംഗ് ക്യാമ്പയിൻ. ഈ ഷോപ്പിംഗ് ക്യാമ്പയിൻ വഴി പ്ലേസ് ചെയ്തിരിക്കുന്ന ആഡ്സ് ആണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടോ ഇപ്പോൾ നമ്മൾ കണ്ട് ഇവിടെ സോണിയുടെ ഒരു ക്യാമറ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഈ സൈഡിൽ സ്പോൺസർ എന്ന് പറഞ്ഞ് വരുന്നുണ്ടോ, ഒരു 6 സ്ലോട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ. ഇതാണ് ഷോപ്പിംഗ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഒരു പിക്ചർ കാണും, നമ്മുടെ ഇത് കണ്ടോ അതിൻ്റെ ഇൻഫർമേഷൻ കാണും, അതിൻ്റെ പ്രൈസ് കാണും, ഏത് സൈറ്റ് ആണെന്നുള്ളത് കാണും. കാരണം ഇത് ഫ്ലിപ്കാർട്ട്, ഇത് ആമസോൺ, ഇത് കണ്ടോ ഓരോരോ സൈറ്റിൻ്റെ പേരുകളാണ്. കേട്ടോ ഓരോ ഡിഫറൻറ്റ് ആൾക്കാർ റൺ ചെയ്ത ആഡ്സ് ആണ് കാണിക്കുന്നത്. കണ്ടോ 6 ആഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നമ്മൾ ലാപ്ടോപ്പ് സെർച്ച് ചെയ്യുമ്പോൾ കുറേ ആഡ്സ് ഇവിടെ വരുന്നുണ്ട്. കണ്ടോ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യുന്നതിന് ഷോപ്പിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെസ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ വരും. ഷോപ്പിംഗ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പിക്ചർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് വരും. അപ്പോൾ ഇതിന് ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവർക്ക് ബിസിനസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ വേറെ സൈറ്റുകളിലേക്ക് പോകാതെ ഇപ്പോൾ അതുകൊണ്ട് ഓർഗാനിക്കുള്ള റിസൾട്ട് ഇവിടെ വരുന്നുണ്ട്, അതിന് മുകളിലായിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഈ ആഡ്സ് എപ്പോഴും മുകളിലും ഏറ്റവും ടോപ്പ് പേജിൻ്റെ ഏറ്റവും ബോട്ടവും ഏറ്റവും മുകളിലുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. മനസ്സിലായി. അപ്പോൾ ഇതുവഴി നമുക്ക് എത്ര ബിസിനസ് കിട്ടിയെന്ന് എല്ലാം നമുക്ക് അറിയാനും പറ്റും. എന്ന് വെച്ചാൽ ആഡ്സ് മാനേജർ യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അതെല്ലാം നമ്മൾ പഠിക്കും, അതും നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് ഇതുവഴി സാധ്യമാവും. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഷോപ്പിംഗ് ക്യാമ്പയിൻ. അടുത്ത നമ്മുടെ ഒരു ടൈപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് വീഡിയോ ക്യാമ്പയിനാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ യൂട്യൂബൊക്കെ എടുക്കുമ്പോഴത്തേക്കും യൂട്യൂബ് റൺ ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ആദ്യവും എൻഡിലും മിഡിലും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ആഡ് കാണിക്കുന്നത് കാണാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഈ ആഡ് വരുന്ന ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന ആഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വീഡിയോ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 2 ടൈപ്പിലുള്ള ആഡ് ഇവിടെ കാണിക്കും. ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡും കാണും, ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡ് കാണും. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് അവരുടെ സൈറ്റിലേക്ക് തന്നെ ഇവിടെ ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നമ്മൾ ബിസിനസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ നമുക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാനും നമുക്ക് അങ്ങനെ സൈറ്റിലേക്കുള്ള ട്രാഫിക് കൂട്ടാനും വേണ്ടി പറ്റും ഈ വീഡിയോ ആഡ് കൊടുക്കുമ്പോഴത്തേക്കും. ഇതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ആഡാണ്. നമുക്ക് ഇതിൻ്റെ ഈ യൂട്യൂബ് വീഡിയോസ് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ എക്സ്റ്റേണൽ സൈറ്റുകളുണ്ട്. ഇപ്പം BBC, ഇപ്പം നമ്മുടെ മനോരമ, മാതൃഭൂമി, അങ്ങനെയൊക്കെയുള്ള സൈറ്റുകളിൽ യൂട്യൂബിലെ ചില വീഡിയോസ് അവർ പ്ലേ ചെയ്യും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ന്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തോ എങ്ങനെ വൈറൽ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും എന്റർടൈൻമെന്റിലോ ടെക്നോളജിയിലോ ഒക്കെ ഉള്ള കാറ്റഗറിയിൽ യൂട്യൂബിലെ വീഡിയോ ആയിരിക്കും അവർ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴും ഈ ആഡ് അവിടെ കാണിക്കും. മനസ്സിലായി. അപ്പോൾ അവിടെയും നമുക്ക് ഒരുപാട് സൈറ്റുകളിൽ കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ആഡ് കൊടുക്കുമ്പോൾ. ഇതുപോലെ തന്നെ ഈ ഷോപ്പിംഗ് ആഡും എല്ലാം നമുക്ക് അങ്ങനെ തന്നെ പല സൈറ്റുകളിലും കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഷോപ്പിംഗ് ആഡ് പല സൈറ്റിൻ്റെയും ഇതെടുക്കുമ്പോൾ സൈഡിൽ അവർ ആഡ് ചെയ്തേക്കുന്നത് ഷോപ്പിംഗ് ആഡ് വരാം. അതുപോലെ നമുക്ക് ഈ വീഡിയോ ആഡും അങ്ങനെ പല സൈറ്റുകളിൽ ഒരുപാട് തേർഡ് പാർട്ടി സൈറ്റുകളിലും കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത ടൈപ്പ് ഒരു ആഡ് എന്ന് പറയുന്നത് ആപ്പ് ക്യാമ്പയിൻ ആണ്. ഈ ആപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ആഡ് വരും. കണ്ടോ നമ്മുടെ മൊബൈലിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് അപ്പോൾ ഓപ്പൺ എന്നായിരിക്കും, ചിലപ്പം ഇൻസ്റ്റാൾ എന്നായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിലോട്ട് പോയി അത് ഡൗൺലോഡ് ആയി ഇൻസ്റ്റാൾ ആവും. അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഗൂഗിൾ പ്ലേ ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ അകത്ത് സജസ്റ്റഡ് ഫോർ യു എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ അടി കാണിക്കും. അതും ഈ ആഡാണ്. നമ്മൾ കൊടുക്കുന്ന ആഡ് ക്യാമ്പയിൻ വഴി വരുന്ന സജസ്റ്റഡ് ഫോർ യു എന്ന് പറഞ്ഞ് വരുന്നത്. അത് അങ്ങനെ നമുക്ക് റൺ ചെയ്യാം. അതിനാണ് ആപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്.
പിന്നെ ഉള്ളത് സ്മാർട്ട് ക്യാമ്പയിൻ ആണ്. ഈ സ്മാർട്ട് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഗൂഗിൾ തന്നെ മാനേജ് ചെയ്തോളും. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡേറ്റകൾ കൊടുക്കുക. അത് AI പവേർഡ് ഫീച്ചറാണ്. അതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ തന്നെ ഇപ്പോൾ കോഫി ഷോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കോഫി ഷോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്തുള്ള കോഫി ഷോപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് കോഫി ഷോപ്പ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ കൊടുക്കണം. അതിൻ്റെ മുകളിൽ 2 ആഡ് കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള കോഫി ഷോപ്പ് തന്നെ ആയിരിക്കും. അത് ഓർഗാനിക് റിസൾട്ടിൽ കുറച്ച് താഴെ ആയിരിക്കും. പക്ഷേ അവർ അത് മുകളിൽ എടുത്ത് കാണിക്കും. ആഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്പോൺസർ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കും. അത് ഗൂഗിൾ മാപ്പിലും കാണിക്കും. അപ്പോൾ ഇത് ഗൂഗിൾ മാപ്പിലും ഈ സ്മാർട്ട് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗൂഗിൾ മാപ്പിലും ഈ ഗൂഗിൾ സെർച്ച് പേജിലും ആയിരിക്കും കാണിക്കാൻ ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ലോക്കൽ ക്യാമ്പയിൻ, ഈ ലോക്കൽ ക്യാമ്പയിൻ ഏകദേശം സ്മാർട്ട് ക്യാമ്പയിൻ പോലെ തന്നെയാണ്. അതിൻ്റെ അത് ലോക്കലായിട്ടുള്ള 5 കിലോമീറ്റർ ചുറ്റളവ് അങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റളവിലുള്ളത് മാത്രമേ കാണിക്കും. ഇപ്പോൾ നമ്മളവിടെ കോഫി ഷോപ്പ് നിയർ മീന്ന് വെച്ചിട്ട് നമ്മുടെ ചുറ്റളവ് ലോക്കലായിട്ടുള്ള റിസൾട്ടായിരിക്കും അത് കാണിക്കുന്നത്. ലോക്കലായിട്ടുള്ള ആഡും ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അത്രയുള്ള അതിൻ്റെ ഡിഫറൻസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഡിസ്കവറി എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനാണ്. ഇതും ഗൂഗിൾ തന്നെ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ തന്നെ ഇപ്പോൾ നമ്മളിപ്പം ജിമെയിൽ എടുക്കുമ്പോഴത്തേക്ക് ഡിസ്കവറി ക്യാമ്പയിൻ വഴിയാണ് ജിമെയിലിനകത്ത് ആഡ്സ് എന്ന് പറഞ്ഞ് 1 മെയിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് അങ്ങനെ വരുന്നതിനാണ് ഈ ഡിസ്കവറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് എടുക്കുമ്പോൾ യൂട്യൂബിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പോസ്റ്റ് പോലെ പരസ്യം വരും. ഇതിനും ഡിസ്കവറി ക്യാമ്പയിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സെർച്ച് പേജിലും ഇങ്ങനെ വരുന്നതിന് ഡിസ്കവറി ക്യാമ്പയിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വളരെ റയറായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ മെയിനായിട്ടും ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത് ഈ 4 ക്യാമ്പയിനാണ്. സെർച്ച് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ആയിട്ട് വരുന്നത്. ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെബ്സൈറ്റുകളിലൊക്കെ ബാനറുകൾ വരുന്ന അതിൻ്റെ അകത്ത് നമ്മുടെ പരസ്യം കാണിക്കുന്നത്. വീഡിയോ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പോലത്തുള്ള ഇതിൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ആ വീഡിയോ കാണിക്കും. വീഡിയോക്ക് ഇടയ്ക്ക് ആഡ് കാണിക്കും. ഈ ആഡ് പല തേർഡ് പാർട്ടി സൈറ്റ്, ഇതെല്ലാം നമ്മുടെ തേർഡ് പാർട്ടി സൈറ്റുകളിൽ യൂസ് ചെയ്യുന്ന ഈ വീഡിയോസിലും കാണിക്കും. എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് പല BBC-ലോ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവിടെയും നമുക്ക് നമ്മുടെ ആഡ് കാണിക്കാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഇപ്പം ഈ ന്യൂസ് ചാനലിലും ഒക്കെ അവർ ഈ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് പ്ലേ ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആഡിൽ നമ്മുടെ ആഡ് റൺ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഷോപ്പിംഗ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ റിസൾട്ട് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നതിനാണ് ഷോപ്പിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആഡ്സ് ഇപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സൈറ്റുകളിൽ കയറുമ്പോഴും നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഈ ടൈപ്പ് ആഡ്സ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കും. ഇതെല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഏത് ക്യാമ്പയിനാണ് ഇത് റൺ ചെയ്തേക്കുന്നത്, ഏത് ടൈപ്പ് ആഡാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യണം. താങ്ക്സ് സോ മച്ച്.